ബോധത്തോടെ എന്തിനാ ജ്ഞാന പദ്ധതിയോട് ചേർന്ന് നിൽക്കുക, അതിൻ്റെ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് വിലയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ, ഈ ശാസ്ത്ര കോൺഗ്രസിലൊക്കെ പോയി പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ ഇവിടെയാണ് നടന്നത്, അതിൻ്റെ തെളിവാണ് ഗണപതിയുടെ ശിരസ്, ആനയുടെ ശിരസ് ഘടിപ്പിച്ചത് എന്നൊക്കെയുള്ള ജ്ഞാന പദ്ധതികളൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൂടുതലായി ഈ സിസ്റ്റത്തിലേക്ക് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ പ്രോബ്ലം എന്താ വെച്ചാല്, ഭാരതീയമായ അല്ലെങ്കിൽ ഇന്ത്യയുടേതായ വളരെ വിപുലവും ആഴത്തിലുമുള്ള ജ്ഞാന പാരമ്പര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ തലത്തിൽ ഇപ്പോൾ ശാരദാ ശ്രീനിവാസന്റെ ഒക്കെ വർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റലർജിയുടെ വളരെ വളരെ എന്താ പറയുക ഉയർന്ന തലത്തിലുള്ള വർക്കുകൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ സയൻസ് എന്നല്ലേ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാനോഗ്രാമിന്റെ തലത്തിലേക്ക് വരെ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ അറിയുമായിരുന്ന ഒരു കാലം മുഴുവൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ശാസ്ത്രീയവും സാമൂഹ്യ ശാസ്ത്രപരവും തത്വചിന്താപരവും സാഹിത്യപരവും ഒക്കെ ആയിട്ടുള്ള ജ്ഞാന പദ്ധതികൾ നമുക്കുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതത് ഡിസിപ്ലിൻസിൽ ആഴമുള്ള ജ്ഞാനം വേണം. ഇപ്പൊ സംസ്കൃതത്തിൽ വേദാന്തം നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാൾക്കേ അത് പഠിപ്പിക്കാൻ പറ്റില്ല. അതല്ല ഇതിനകത്ത് വരുന്നത്. അത്തരം ജ്ഞാനങ്ങൾ പലപ്പോഴും ഒരു വശത്തേക്ക് മാറ്റുകയും ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇവിടെ കോസ്മെറ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള, വേറൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 താല്പര്യം മുൻപോട്ട് വലിക്കുന്ന രീതിയിലുള്ള സോ കോൾഡ് ജ്ഞാന പദ്ധതികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതാണ് ഇതിൻ്റെ അപകടം. നല്ല വൃത്തിയായിട്ട് സംസ്കൃതം പഠിപ്പിക്കുന്ന, സംസ്കൃതത്തിൽ ഉണ്ടാകുന്ന ജ്ഞാന പദ്ധതികൾ പഠിപ്പിക്കുന്ന, തമിഴിലുള്ള ജ്ഞാന പദ്ധതികൾ പഠിപ്പിക്കുന്ന, പ്രാദേശികമായ ജ്ഞാന പദ്ധതികൾ പലതും ഇപ്പോൾ മെറ്റലർജിയെ സംബന്ധിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ശാസ്ത്രീയമായ, ഇപ്പൊ കെമിസ്ട്രിയുടെ തന്നെ വളരെ വ്യത്യസ്തമായ സംഗതികൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ വർക്ക് പലതും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഗവേഷണമോ പഠനമോ എന്നതിലുപരിയായി അതല്ല ഉണ്ടാവാൻ പോകുന്നത്. മറിച്ച് ഈ ഭാരതീയം 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 എന്ന് പറയുന്ന ഒരു പൊതു വളരെ അംബിഗ്വസ് ആയിട്ടുള്ള കുറെ സംഗതികളെ ആയിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുക. അതിന്റെ പിറകിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ആൾക്കാർക്ക് വ്യക്തമാവുകയും ചെയ്യും.